റിപ്പയർ ചെയ്യുന്നതിന് എത്ര ദിവസം വേണമെന്നാ പറഞ്ഞേ? ഇപ്പൊ കണ്ടല്ലോ ഇവൻ ചെയ്തത്. പെട്ടെന്ന് ചെയ്തല്ലോ. ഹലോ, തുറക്കൂ സീസെ കുൽജ സിംസ് എന്നൊക്കെ പറഞ്ഞാലൊന്നും നടക്കില്ല. ഇറങ്ങി ജോലി ചെയ്യണം. അതും സന്തോഷത്തോടെ ചെയ്യുന്നതെന്ന് വെച്ചു. റോക്കറ്റ് വിടുന്ന പോലെ ഈസിയാ. പോയി ബാക്കി ജോലിയൊക്കെ ചെയ്. പോ പോ പോ. കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ തീർത്തേക്കാം ഞാൻ. ഇവനാ കഴിഞ്ഞ വർഷം ജയിച്ച സാറേ. കറുപ്പ് താ എനക്ക് മുടിച്ച കളറ്. കറുപ്പ് കണ്ടോടാ, എങ്ങനെ ജിമ്മിൽ പോയി ബോഡി ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കണെന്ന് നോക്ക്. കുലുക്കം ഓവറല്ലടാ. എന്താടാ മൂടിയിരിക്കുന്നേ? കാറിന് കുളിരുന്നോ? ഏയ്, എന്റെ പ്രോപ്പർട്ടിയിൽ ടച്ച് ചെയ്യാതെ ചെയ്താൽ അപ്പൊ നിന്റെ പ്രോപ്പർട്ടിയിൽ ഞാനും ടച്ച് ചെയ്യും. ഏയ്, അറിയില്ലേ? പോടാ പോടാ. നിങ്ങൾ പോണം മാഡം. എനിക്ക് ഇഷ്ടപ്പെട്ടതും ഈ ലുക്ക് തന്നെയാ. Just 5 more minutes to start the race. റേസ് കഴിച്ചാൽ പൈൽസ് വരുമോ? പുതിയ അറിവാണല്ലോ. ഹലോ, 5 നിമിഷത്തിൽ നിങ്ങളും നിങ്ങളുടെ വണ്ടിയും റെഡി ആവണം, അല്ലെങ്കിൽ വെളിയിൽ പോണം. ആഹാ, ആപത്ത് ആരംഭിച്ചല്ലോടാ. എടുക്കടാ മൊബൈല്, വിളിക്കടാ വേണുവിനെ. ഹലോ വേണു, 5 മിനിറ്റിനുള്ളിൽ റേസ് തുടങ്ങും. ഒരു ചെറിയ വാട്ടർ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇപ്പം വരാം. വേഗം പാടാ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് പുറത്താക്കും. പായസം നേട്ടാ. താത്താ, എന്താമേ പൈപ്പ് റിപ്പയർ ചെയ്തല്ലേ ഉള്ളൂ. ചെറിയ കാര്യത്തിനൊക്കെ പായസം വെക്കുന്ന എന്തിനാ? അല്ലടാ വേണു, ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ. ഓ, ശിവദാസൻ സാറിന്റെ പിറന്നാളാ. ആഘോഷിക്കണ്ട തന്നെ. നാട് മുഴുവൻ കടം വരുത്തി വെച്ചിട്ട് പാർട്ടി എസ്കേപ്പ്. വേണു, അങ്ങനെയൊന്നും പറയലടാ. അദ്ദേഹം എല്ലാവർക്കും വാരി വാരി കൊടുക്കുമായിരുന്നു. അച്ഛൻ വലിയ ധർമ്മിഷ്ഠനാണെന്നൊക്കെ അറിയാം. 1, 2, 3 ഒന്നിന് 3 കല്യാണം കഴിച്ച് വർഷത്തിലൊന്ന് റിലീസ് ചെയ്ത് സിൽവർ ജൂബിലിയൊക്കെ കൊണ്ടാടിയില്ലേ? അങ്ങനെയൊന്നും പറയല്ല മോനെ. ഞങ്ങളെ എല്ലാ റാണിമാരെ പോലെയാ നോക്കിയിരുന്നത്. നിങ്ങളെല്ലാം റാണിമാരെ പോലെ തന്നെയാ. ഞാൻ മാത്രമേ വേലക്കാരനെ പോലെ ആയുള്ളൂ. ശരി, എനിക്ക് റേസിന് ടൈമായി. ഞാൻ പോകുന്നു. എടാ വേണു, അച്ഛനോട് ആശീർവാദം വാങ്ങിപ്പോടാ. അച്ഛാ, എനിക്ക് റേസിൽ ജയിക്കണം. ജയിച്ച് വലിയ ആളായിട്ട് വരണം. എന്നാലേ കടവലം തീർക്കാൻ പറ്റൂ. ചേച്ചി, എന്തോ ചേച്ചി നിർത്ത്. ഇപ്പോഴെന്താ നിന്റെ പ്രശ്നം? എന്റെ ചേട്ടൻ സിംഗപ്പൂര് പോയടാ. മോളെ സുഖമാണല്ലോ. അതുകൊണ്ട് 1 മാസം ഇവിടെ തങ്ങിയിട്ട് വന്നതാണല്ലേ? അടി. നിന്റെ ചേട്ടൻ സിംഗപ്പൂർ മലേഷ്യയിൽ ഗോപാൽ പൽപ്പിടി കച്ചവടാണോ? ഇതുവരെ ചോദിച്ചില്ലേ നീ? ഏയ്, ബിസിനസ് കാര്യത്തിന് പോയതാടാ. ഭർത്താവ് എവിടെ പോയാൽ എന്താ? പോ, അകത്ത് പോ. വേണു, ആ ഓട്ടോക്ക് 200 രൂപ കൊടുത്തിട്ട് പോടാ. ഓക്കേ, റൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. ജില്ലെன்று കാറ്റ് വന്നത്. What a shame, yeah. എന്താ നിങ്ങളിട്ട ഗെയിമും ഞങ്ങളിട്ട ഷെയിമും ആണോ? പോടി പോ. ഹായ്, ക്യാച്ച് ഇറ്റ് യാർ. come on, zip zap zoom. Look at this car. This is Venugobal's car. എന്താടാ, വണ്ടി ഇനി ഓടാൻ തുടങ്ങിയില്ലോ? ജനങ്ങളൊക്കെ ചിതറി ഓടുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടല്ല, അകത്തുനിന്ന് ചാടി ഓടുന്ന എലിയെ കണ്ടിട്ടാ അവർ ഓടുന്നത്. നമ്മുടെ ഗണേശൻ ഇവിടെ വന്നവൻ. Race track very small. ഹെലി, അതൊക്കെ പോട്ടെ. ഈ പെട്ടെന്ന് പേടിയില്ലാതെ പോകുന്നു. ഇതിലും വലിയ പെരിച്ചായി അവള് കണ്ടിട്ടുണ്ട്. Hey, look, what a funny vehicle. എന്താ സാർ, ഈ തകരടപ്പ മൂടി വെച്ചാണോ ഓടിക്കുന്നേ? അളിയ, ഇവൻ കഴിഞ്ഞ റേസിൽ ഓടിച്ച് ജയിച്ചവനാ. ബോംബെ ചരക്കിനെ കൂട്ടി വന്ന് നമ്മളെ കളിയാക്കുക. അടുത്ത റേസിൽ മീൻ കയറ്റുന്ന വണ്ടിയിൽ വരുവോ? അവൻ പറയുന്നില്ല, എന്താ തെറ്റ്? എന്ത് കണ്ടീഷനിലായി വണ്ടി ഇരിക്കുന്നത്? സാർ, ആള് നോക്കി വണ്ടി നോക്കി വിലയിരുത്താതെ സാർ. ഇത് പല റേസുകൾ കണ്ട വണ്ടി. റേസ് തീരുമ്പോ അറിയാം ഏത് തോൽക്കുമെന്നും ഏത് ജയിക്കുമെന്നും. ട്രാക്കിലേക്ക് വാടാ. I will finish you. All the racing cars are driven to their respective. സോറി സാർ, എന്റെ ഫ്രണ്ട് വേണു ഓടിക്കുന്നു സാർ. On track number 3 we have to track number 3. On track number 4 we have to Rivia. On track number 6 we have to Caravan. Track number 2. സാർ, വേണു എന്റെ ഫ്രണ്ടാ. ഈ 100 വാങ്ങിട്ട് അവന്റെ പേര്. And I want to see Mr. Caravan last year. വേണു, I want to see Mr. Caravan. വേണു. Yes.
Looks like Mr. Manuel's car is in problem. Somehow he's managing. He looks confident he was okay. He's looking at travel. And personally speaking, I like the sounds of the car working. And here now, the race is going to start now. 3, 2, 1, go! Excitement starts. വാടി 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 വാടാ വാടാ വാടാ. Forward. He's advancing slowly, advancing. Look at the maneuver. Look at that. Look at it. The travelers ജയിക്കുമെന്ന്. റേസിൽ തന്നെ നമ്പർ 1 ആയി വന്ന് ബമ്പർ പ്രൈസ് അടിക്കാൻ പോകുവാടാ നമ്മളെ വേണു. സാറേ ബമ്പർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ബമ്പർ പോയല്ലോ. Good thing they didn't hit on a car or not being right this time here. That Mr. Manuel is doing what's coming. Yeah, he's coming. ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞ കേക്കില്ലടാ. യെസ് 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 യെസ്. നമ്മൾ ജയിക്കോ സാറേ? അതെന്നോട് ചോദിക്കേ. ഉറപ്പായും പ്രൈസ് ഒക്കെ ഇവിടെ വെച്ചാൽ കൊടുക്കൂലേ? വേണ്ടി വന്ന ഡോർ ഡെലിവറി വരെ ചെയ്യുമടാ. Winners of the game this year. എടാ എന്താടാ പോടാ പോടാ പോടാ. എടാ വണ്ടി എടുത്തോണ്ട് പോവാൻ പോയി തൊലയടാ. എടാ എനിക്ക് പോണെന്ന് പോടാ. ഡേയ്. ദാ. സാറേ ഇതാണോ സാറ് പറഞ്ഞ ഡോർ ഡെലിവറി? വായടക്കടാ. എന്താ ഓരോരോ പാർട്സായി താഴെ വീഴുന്നേ? അത് ഈ കാറിന്റെ പ്ലസ് പോയിന്റാ. വേണ്ടാത്ത പാർട്സ് എല്ലാം ഓട്ടോമാറ്റിക് അത് തന്നെ താഴെ ഇടും. നിങ്ങൾ അടിക്കടി ബോയ് ഫ്രണ്ട്സിനെ കളയുന്നത് പോലെ.
അലക്കി സാർ ഹെൽമെറ്റ് സാർ ഹെൽമെറ്റ് ഹെൽമെറ്റ് സാർ. എന്താടാ ഞാൻ തോറ്റു പോകുന്നു കരുതിയോ? ഏയ് ഞങ്ങളുടെ ആള് റേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് വെറും വേണു, ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയ വേണു. ഫയർ കാറിന്റെ പുറകിൽ വന്നിട്ട് കാര്യമില്ലടാ. ജയിക്കണമെങ്കിൽ ഫയർ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഇനി മുതൽ ആ കാർ ട്രാക്കിൽ ഓടിക്ക്, അടുത്തവന്റെ മുതുകിൽ ഓടിക്കരുത്. വിട് പുറകിൽ നിന്ന് ഫയർ വന്ന മൂലം പൊള്ളും. ഏ 50 ലക്ഷം രൂപയ്ക്ക് എവിടെയാടാ പോകുന്നത്? ഇതുകൊണ്ട് മലേഷ്യക്ക് പോ. ചെക്ക് എന്താ ബൗൺസ് ആയെന്ന് തന്നവനോട് ചോദിക്കേ, എന്നിട്ട് കാശ് കൊണ്ടുപോവാ. എനിക്ക് ആവശ്യം വീടല്ല, പണമാണ് പണം. വരട്ടെ. ഇതൊക്കെ ആരെ അടുത്ത് അകത്ത് വെക്കാൻ പോകുന്നു? എടുത്ത് വെക്കാൻ പറ. അതെ, വേണു പറഞ്ഞത് കേട്ടില്ല. എല്ലാ സാധനവും എടുത്ത് വീട്ടിൽ വെക്കേ. അതെ, പണം കിട്ടിയില്ലെന്ന് വെക്കേ, വീട് ലേലത്തിന് വെക്കും ഞാൻ. വരട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാ കുടുംബം കഴിഞ്ഞിരുന്നത്. അതിനെ തന്നു നിങ്ങളുടെ ഭർത്താവ് ഒരു പണി. ഗോച്ച ഇൻഡസ്ട്രീസിൽ നിന്ന് 4-5 ചെക്ക് പാസ്സായിട്ടുണ്ട്. 4 ചെക്ക് പാസ്സായി എൻ്റെ അച്ഛൻ പണം എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെക്ക് മാത്രമാണ് സ്റ്റോപ്പ് പേയ്മെന്റ് ആയിരിക്കുന്നത്. ഒരു പക്ഷെ നിന്റെ അച്ഛൻ മുങ്ങിയ കാര്യം അയാൾ അറിഞ്ഞ് എന്തിന് വേസ്റ്റായി പൈസ ഇടണമെന്നോർത്ത് സ്റ്റോപ്പ് ചെയ്തതാണോ? വിറ്റ്നസ്സായി ചെക്കുണ്ട്. ഇത് വെച്ചിട്ട് മലേഷ്യക്ക് പോയാൽ തീർച്ചയായും പണം കിട്ടും. പക്ഷെ എങ്ങനെയാടാ പോകുന്നത്? അപ്സ്, കാർ റിപ്പയർ ചെയ്ത കാശ് തന്നെ ഭായി വാങ്ങാത്ത വലിയ കാര്യം. ഈ കണ്ടീഷനിൽ കാർ അവർക്ക് തന്നെ വിൽക്കണമെന്നാണോടാ? അതിനല്ലടാ ഞാനുള്ളത്. കാറ് വിറ്റതുപോലെയാകും, കടം തീർത്തതുപോലെയാകും, പിന്നെ നമുക്കും ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടും. ഹലോ, നോ 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 നോ, നടക്കില്ല. 4 ലക്ഷത്തിൽ നിന്ന് ഒരു പൈസ കുറയാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റ് ആണ് ഭായ്. ഒരു ചുറ്റി എടുത്ത് തലക്കടിക്കും, തീർന്നോളൂ. ഞങ്ങളുടെ വണ്ടിയാണ് ജയിച്ചതെന്നറിഞ്ഞ് TVS കാർ ചോദിച്ചു, JK ടയർസുകാർ ചോദിച്ചു, MRF കാർ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. കാരണം ഈ വണ്ടി വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം അടിക്കാൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. പിന്നെന്താണോ റേസ് കാറിന് ഇങ്ങനെയാണോ വില പറയുന്നത്? ഇതെന്തോ കടൽ തീരത്ത് കപ്പലിന്റെ കച്ചവടം